സമയത്ത് അതിന് എത്രമാത്രം വാല്യൂ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ഏകദേശം 10, 16 കൊല്ലം എന്താണ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഏറ്റവും ചെറുതിലേ വലിയ വലിയ സ്വപ്നങ്ങളും ഈ പറഞ്ഞ പോലെ ജാസ്മിനും ഞാനൊക്കെ ഏകദേശം ഒരേ എന്താ പറയാ യാത്രക്കാരാണ്. ഒരേ വണ്ടിയിലെ യാത്രക്കാരെന്നൊക്കെ പറയാൻ പറ്റും. ഒരു ഹൗസ് വൈഫ് എന്നുള്ള ലേബലിൽ ഇങ്ങനെ എന്താ പറയാ സീലടിച്ചിട്ടാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണെന്നറിയോ? നിങ്ങൾക്ക് എന്തറിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ചോറും കറിയും വെക്കാൻ അറിയാം. മക്കൾക്ക് ചോറ് വാരി കൊടുക്കാൻ അറിയാം. വീട്ടിലെ പണികൾ എടുക്കാൻ അറിയാം. വീട് വൃത്തിയാക്കാൻ അറിയാം. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തറിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. വേറെ ആർക്കും എന്തറിയാം നമ്മളെ പറ്റി? നമ്മളെ പറ്റി ഒന്നും അറിയില്ല. ഹൗ ഓൾഡ് ആർ യു സിനിമയില് മഞ്ജു വാര്യരെ പറ്റിയിട്ട് അവളുടെ പൂർവ്വകാല അവളുടെ ക്യാമ്പസ് ലൈഫില് അവൾ എത്രമാത്രം ശക്തരായിരുന്നു, എത്രമാത്രം പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു എന്ന് അവരുടെ സ്വന്തം ഭർത്താവിനോ മക്കൾക്കോ പോലും അറിയാത്ത വിധം ഒതുങ്ങിപ്പോയിട്ടുള്ള ഒരുപാട് 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 വീട്ടമ്മമാരുടെ അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകളുടെ ഒക്കെ ഒരു പ്രതിനിധിയായിട്ട് വേണം എന്നെ കാണാനായിട്ട് നിങ്ങൾക്ക്. അപ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മള് ല്ലേ വന്നിട്ടുള്ള ഒരു പോയ യാത്ര ചെയ്ത വഴികള് ല്ലേ അത് വല്ലാത്ത ല്ലേ നമ്മളെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും എത്താത്ത ഒരു സാധനമാണ് ഈ സക്സസ് എന്ന് പറയുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഒരിക്കലും എവിടേക്ക് എത്താൻ പറ്റില്ല. നമ്മളിപ്പോ ഇന്ന് വിചാരിക്കുകയാണ് ഞാൻ എന്ത് വലിയ കഷ്ടത്തിലാണല്ലോ പടച്ചോനെ പോയിക്കൊണ്ടിരിക്കുന്നത് ല്ലേ, എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അല്ലെ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പോകേണ്ട റൂട്ട് വ്യത്യാസമുണ്ട്. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊന്നും ഇറങ്ങാതെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് വളരെ ഈസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആരുണ്ട് നമ്മളുടെ വഴി തടയാനായിട്ട്? ഈ ലോകത്ത് ഒരാളും ഇല്ല നമ്മളുടെ വഴി തടയാനായിട്ട്. പക്ഷെ നമ്മളൊന്ന് ഒരു വേറിട്ട വഴികളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ല്ലേ നമുക്ക് കിട്ടുന്ന റിജക്ഷൻസ്, നമുക്ക് കിട്ടുന്ന അവഗണനകള്, പരിഹാസങ്ങള് ഇതൊക്കെ നമുക്ക് തരണം ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ഫിജികാർഡ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിന് നെറ്റ്വർക്ക് മാർക്കറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈ ഒരു ഫീൽഡിന് പണ്ടേ എന്താ പറയാ ഒരു പേരുദോഷം വന്നു പോയിട്ടുണ്ട്. അപ്പൊ ആ പേരുദോഷത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരാളോട് ചെന്ന് പറയുന്ന സമയത്ത് ആളുകൾ കേൾക്കാൻ പോലും തയ്യാറാകാതെ നമ്മളോട് നോ പറയുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഈ നോ പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയില് നമ്മുടെ ഫ്രണ്ട്സിലൊക്കെ ഉള്ള ഒരാൾ നോ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് താങ്ങാൻ പറ്റുമോ? നമുക്ക് താങ്ങാൻ പറ്റില്ല. ആ താങ്ങാൻ പറ്റാത്ത ആൾക്കാര് ചിലപ്പോ സ്പോട്ടിൽ തന്നെ പണി അവസാനിപ്പിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഇല്ലേ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. ആദ്യമായിട്ട് വന്നിട്ട് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫ്രണ്ടിനോടോ ഒരു റിലേറ്റീവിനോടോ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവര് നോ പറഞ്ഞിട്ടുള്ള ആളുകൾ പലരും ഇവിടെ പണി നിർത്തിയ ആളുകളാ. പക്ഷെ അതിനും അപ്പുറം അല്ലേ ഈ ഒരാള് എന്താണ് ഒരാള് യെസ് പറയാനും നോ പറയാനുള്ള കാരണം? ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾക്ക് വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ട് നമ്മൾക്കത് നിറവേറ്റാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ എന്നെ പോലെ ഏകദേശം 10, 16 കൊല്ലം സ്വപ്നങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ എന്താ പറയാ മഴ കാത്തു നിൽക്കുന്ന വേഴാമ്പൽ എന്നൊക്കെ പറയണ പോലെ അങ്ങേയറ്റം വേദനയോടുകൂടി ഓരോ ദിവസം എന്ന് കരുതി നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ കാത്തിരിപ്പ് മാത്രല്ലല്ലേ, നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, നിരാശയില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നെ ഈ ഒരു ഫിജി കാർഡ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും എന്നെ എന്താ പറയാ ഇൻവിറ്റേഷൻ തരില്ല. അതാണ് അവസ്ഥ. കാരണം എന്താ അറിയോ, 4 കുട്ടികളും എന്താ പറയാ ചെറിയ 1.5 വയസ്സുള്ള മോനും വെച്ച് കുറെ ചെടികളും മറ്റേ കോഴികളും ഒക്കെ വളർത്തി ഒരു വീടിന്റെ കോമ്പൗണ്ടിനുള്ളിൽ ഓടി നടക്കുന്ന ഒരു പെണ്ണ്. ആ പെണ്ണിന് ഒരു പ്രത്യേകതയില്ല. സ്വപ്നങ്ങളൊക്കെ കുഴിച്ചു മൂടി താഴോട്ട് മാത്രം നോക്കാൻ പഠിച്ച ഒരു അവസ്ഥയിലായിരുന്നു സത്യത്തിൽ ഫിജിക്കാട്ടിലേക്കൊക്കെ കയറി വരുന്ന ഒരു സമയത്ത്. ഈ തിരക്ക് പിടിച്ച് നടക്കുന്ന ഒരാൾക്ക് എന്ത് ബിസിനസ് ചെയ്യാനാണ് അല്ലെങ്കിൽ എന്ത് ബിസിനസ് മൈൻഡ് ഉണ്ടാവാനാണ്? കണ്ടു കഴിഞ്ഞാല് നമുക്ക് ഇതില് ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയുള്ള ഒരാൾക്ക് നമ്മൾ പറയില്ലേ ഒരു മുൻവിധി കൂടാതെ നമ്മൾ കയറണം എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നെ. നമ്മളെ ഒരാളെ കാണുന്ന പോലെ അല്ലാട്ടോ അവരുടെ ഉള്ളിൽ കിടക്കുന്ന കനൽ എത്രത്തോളം ഉണ്ട്, അതിന് എത്രത്തോളം ചൂടുണ്ട് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും അടുത്തേക്ക് അല്ലെ അകത്തേക്ക് ഇറങ്ങി ചെന്നാലേ ആ ചൂട് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ഈ ചൂട് എത്രത്തോളം ഉണ്ട് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ വിജയ് ഒറ്റയ്ക്ക് പൊരുതിയാന്ന് പറയാൻ പാടില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചില്ല പുതിയ പുതിയ ഓരോ വഴികൾ തേടി കണ്ടുപിടിച്ച് അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്ത് ടീമിനെ അങ്ങനെ വളർത്തിയെടുത്ത ഒരു അനുഭവം എനിക്ക് പറയാനുണ്ട്. ശരിക്കും എന്തൊക്കെ കാരണങ്ങൾ ചെയ്തത് കൊണ്ടാണ് ഫിജിക്കാട്ടിലെ ഞാൻ ഒരു ലീഡർഷിപ്പിലേക്ക് എത്തിയത് എന്ന് നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷെ ഞാനതിങ്ങനെ ഓടിച്ചു പറഞ്ഞു പോകുമ്പോൾ ഒരു പക്ഷെ ഒരാളുടെയെങ്കിലും ലൈഫിൽ അതൊരു വലിയൊരു ഒരു കുലുക്കം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും.
ഞാൻ എങ്ങനെ നടന്നിരുന്നു എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു അല്ലെ. എന്റെ മോളുടെ ടീച്ചറുടെ സ്റ്റാറ്റസിൽ കൂടി ഈ ഒരു സംഭവം കാണുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. കാരണം എന്നെ സംബന്ധിച്ച് പുറത്തു പോയിട്ടൊരു ജോലി ഒരിക്കലും പോസിബിൾ അല്ല. അങ്ങനെ ഒരു സമയത്ത് നമ്മളെ സംബന്ധിച്ച് വീട്ടിലിരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമായിരുന്നു അപ്പൊ നോക്കിക്കൊണ്ടിരുന്നിരുന്ന ഒരു കാര്യം. ഡിജിറ്റലായിട്ട് പാർട്ട് ടൈം ആയിട്ട് ഈ മക്കളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വീടിന്റെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒരമ്മയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്യുന്നതോടൊപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ അന്നത്തെ ഒരു സൊല്യൂഷൻ കാണാൻ പറ്റുള്ളൂ. വേറൊരു സൊല്യൂഷൻ ഇല്ല എന്ന് കരുതി നമ്മള് എന്താ പറയാ വെറുതെ ഇരുന്നിട്ടില്ല. ഞാൻ എന്റെ മാസ്റ്റർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതും ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതും ഓരോ കാര്യങ്ങൾ അതിന് ഇടയിൽ എന്തൊക്കെ പഠിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിയില്ല എന്തൊക്കെ പഠിച്ചു എന്ന്. നമ്മൾക്ക് അപ്പൊ പഠിച്ചവൻ അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ എന്നൊരു ഖുർആൻ വചനമുണ്ട്. ഇല്ല, ഒരിക്കലും ഇല്ല അല്ലെ. നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുമ്പോൾ ആത്മീയമായിട്ട് അല്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ട് നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചർ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് പുറത്ത് നിൽക്കുന്ന ഒരാൾക്കും മനസ്സിലാവില്ല എന്നുള്ളതാണ്. പുറത്തൊരാൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുമില്ല, അതിനൊരു അവസരവും കിട്ടിയിട്ടില്ല. ഒരു കയ്യടി കിട്ടണമെന്നോ ഒരു എന്താ മറ്റുള്ള ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നോ ആഗ്രഹിച്ചിട്ടില്ല ആ സമയത്ത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്ന് കരുതി നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഇല്ലാതെ കിടക്കാണെന്ന് തോന്നരുത് അല്ലെ. എന്താ പറയാ ചാരമാണെന്ന് കരുതി ചെകയാൻ നിൽക്കണ്ട. അതില് കനല് കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളുക തന്നെ ചെയ്യുന്ന പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. സത്യത്തില് ആ പൊള്ളല് കുറച്ച് നാളുകളായിട്ടായിരിക്കും ചിലപ്പോ നമ്മുടെയൊക്കെ കുടുംബത്തിലും നമ്മുടെയൊക്കെ ബന്ധുക്കളിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. ഇത്രയ്ക്ക് ഇപ്പൊ ചിലപ്പോ ഒരു പക്ഷെ എന്നെ ഒരു 5-6 കൊല്ലം മുമ്പ് കണ്ടിട്ടുള്ള ആളുകൾക്ക് ഇത്രയും വലിയൊരു മാറ്റം സംഭവിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റം സംഭവിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഫിസിക്കലി ഇങ്ങനെയൊക്കെ തന്നെ, പക്ഷെ കുറച്ചും കൂടി എന്താ പറയാ ഒന്ന് എന്താ പറയാ ഒരു അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് എന്താ പറയാ നടക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റി എന്നുള്ളത് ഒരു വലിയ ഒരു ഗ്രോത്ത് തന്നെയാണ്. അതിനും അപ്പുറം എന്റെ ബ്രെയിൻ സ്ട്രക്ചർ മാറിയോ എന്ന് എന്റെ ബ്രെയിൻ ആ ഒരു ഡെവലപ്മെന്റ് കാണാനായിട്ട് ഒരാൾക്കും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ 5-6 കൊല്ലം മുമ്പ് കണ്ടിട്ടുള്ള ഒരാള് എന്നെ വീണ്ടും കാണുകയാണെങ്കിൽ അത്ഭുതത്തോടെ അല്ലാതെ നോക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ല്ലേ ഒരു ചങ്കൂറ്റുണ്ട് ഇവിടെ ഫിജിക്കാട്ടില്. നമ്മള് ഒരു സ്വന്തമായിട്ട് എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും അതിനൊക്കെ തരണം ചെയ്ത് ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും തരണം ചെയ്ത് ഒരു എന്താ പറയാ ഓരോരുത്തരെയും അപ്ലിഫ്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ല്ലെ ഉണ്ടാകുന്ന ഒരു ചങ്കുറപ്പുണ്ട് ഇല്ലേ. ആ ചങ്കുറപ്പ് എന്താ പറയാ എന്തൊക്കെ ഇനി മുന്നിൽ വന്നാലും അതിനൊക്കെ തരണം ചെയ്യാൻ പാകത്തിന് ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട്. ആ ഒരു സ്ട്രെങ്ത് വന്നിട്ടുണ്ടാവും ഫിജിക്കാട്ടിലെ ലീഡേഴ്സിന്. സാധാരണക്കാരെ പോലെ എല്ലാവരും ചിന്തിക്കാം. അപ്പൊ ഞാൻ പറയാനുള്ളത് എനിക്ക് ല്ലേ ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻസിനെ ഒക്കെ തരണം ചെയ്ത ഒരു കാര്യം അതിന്റെ ഒരു എക്സ്പീരിയൻസ് മാത്രം പറയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ല്ലെ എങ്ങനെ ഇതൊക്കെ പറഞ്ഞു തീർക്കാമെന്നൊന്നും എനിക്കറിയില്ല. വേണമെങ്കിൽ ഒരു 2 ദിവസം തന്നു കഴിഞ്ഞാലും ചില കഥ തീരൂല അവിടെ അല്ലെ. അപ്പൊ എന്നാലും അല്ലെ എനിക്ക് കിട്ടിയ അവസരത്തിനോട് ഞാൻ ദൈവത്തിനോട് നന്ദി പറയാണ്. ഒരുപാട് എന്താ പറയാ ആഗ്രഹിച്ചതിലല്ലേ എന്താ പറയാ കുന്നോളം ആഗ്രഹിച്ച കുന്നിക്കുരുവോളം കിട്ടും എന്ന് പറഞ്ഞ പോലെ അല്ലെ. ഞാൻ കുന്നോളം ആഗ്രഹിച്ചു, അതിനപ്പുറത്തേക്ക് അല്ലെ ദൈവം തന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരാളോട് ഇത് പറയണ സമയത്ത് നമ്മളല്ലേ നോ കേൾക്കുന്ന സമയത്ത് ഒരു നെഞ്ചുവേദന ഉണ്ടല്ലേ, നമുക്ക് തകർന്നു പോയില്ലേ നമ്മുടെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത്. അതുപോലത്തെ ഒരുപാട് നെഞ്ചുവേദനകളിലൂടെയാണ് സത്യത്തില് നമ്മുടെ ഫിജി കാട്ടിന്റെ ഓരോ ലീഡേഴ്സും ഓരോ ലീഡർഷിപ്പിനെയും കയറി പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം ആദ്യം തന്നെ. ഈ നെഞ്ചുവേദന ഒരു സുഖമുള്ള വേദനയാണ്. കാരണം എന്താണെന്നറിയോ, നമ്മൾ വലിയൊരു സ്വപ്നമാണ് കണ്ടുവച്ചിട്ടുള്ളത്, വലിയ സ്വപ്നം. ആ വലിയ സ്വപ്നത്തിന്റെ ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാൻ പാടില്ലല്ലോ അല്ലെ. നമ്മുടെ ലക്ഷ്യം വേറെ എവിടേക്കോ ആണ് അല്ലെ. അപ്പൊ കുറേ കാലമായിട്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു സംഭവം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് അതിന് അലസതയോട് കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ഒരിക്കലും ഇല്ലല്ലേ. നമ്മുടെ കയ്യിൽ ഈ ഒരു സാധനം ഈ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തൊക്കെയോ ചെയ്തെന്നുള്ളത് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും എന്താ പറയാ എങ്ങനെ ഞാൻ പ്ലാൻ കൊടുക്കണം, എങ്ങനെ ഇത് പഠിക്കണം, എങ്ങനെ മറ്റുള്ളവരെ പഠിപ്പിക്കണം, അതിനെങ്ങനെ സഹായിക്കണം, എനിക്കറിയില്ല. ഒരുതരം ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയിൽ ഇതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കുതിച്ചു പോയിട്ടുള്ള ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെ എന്താ പറയാ നമ്മള് കിട്ടുന്ന നെഗറ്റിവിറ്റി ഒരുപാട് അവസ്ഥകളെ മാറ്റിമറിക്കാനായിട്ട് ഒരു ശ്രമം തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ആദ്യം തന്നെ അല്ലെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു നെഞ്ചുവേദനയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടോ, സ്വപ്നങ്ങളൊക്കെ ഇനി അയ്യോ എന്നെ കൊണ്ടൊന്നും നടക്കൂല എന്ന് നിൽക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അല്ലെ, തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ ഒരു അവസ്ഥയെ തരണം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ വിചാരിക്കുമ്പോൾ ലൈഫിലും ബിസിനസ്സിലും ഒക്കെ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. അതെന്തായാലും ഉണ്ടാവും.
അതില്ലാതെ ആരെങ്കിലും ജീവിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ജീവിച്ചു മരിച്ചിട്ടുണ്ടോ? വലിയ ആളുകൾക്ക് വലിയതായിട്ടുള്ള പ്രശ്നങ്ങള്, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഒരു എന്താ പറയാ, ഈ ഒരു ജീവിതത്തിന്റെ, ഈ ദുനിയാവിന്റെ അവസ്ഥ ഇതാണ്. ദിസ് ഈസ് ദ വേ ദ ലൈഫ് ഈസ്. ലൈഫ് ഇങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പക്വത ഉള്ളതാവുന്നത് എപ്പോഴാ? ഇങ്ങനെയാണ് ലൈഫ്. അതിന് നെഞ്ചത്തടിച്ച് നുളോളിക്കല്ല ചെയ്യേണ്ടത്. ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും എന്റെ അമ്മേന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആകെ കൂടി ല്ലേ ബേജാറാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതല്ല. അതല്ല മെച്യൂരിറ്റി. അപ്പൊ മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം വന്നാലും അതിനൊക്കെ തരണം ചെയ്യാൻ ഒരു സൊല്യൂഷൻ ഉണ്ടായിട്ടേ ഉള്ളൂ. അല്ലെ? ഒരു സൊല്യൂഷനും എന്താണ് ഇല്ലാതെ ഒരു പ്രോബ്ലം ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുക. എന്നിട്ട് അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് മാത്രമാണ് ല്ലേ നമ്മൾ ല്ലേ എന്താണ് നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് കടന്നു പോവാന്നുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചില്ലേ, ഒരുപാട് ആളുകൾ നമ്മളെ റിജക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് അവഗണിച്ചിട്ടുണ്ട്. കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് എന്താണ് ഒരു സപ്പോർട്ട് കിട്ടാത്ത ഒരവസ്ഥയൊക്കെ വരുമ്പോ നമ്മൾ എന്താ ചെയ്യാ? നമ്മളതിനെ തോറ്റു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താവില്ല? നമുക്ക് മുന്നോട്ടൊരു യാത്രയില്ല അല്ലെ? നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ആരും ചീത്ത പറയാത്ത, ആരും പരിഹസിക്കാത്ത, ആരും അപമാനിക്കാത്ത ഒരവസ്ഥയിൽ തുടർന്നുകൊണ്ടിരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. വലിയ മാറ്റമൊന്നും ജീവിതത്തിൽ ഉണ്ടാവാൻ പോണില്ല. പക്ഷെ അതിന് ഒരു തവണ നമ്മൾ മറികടക്കുന്ന സമയത്ത് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അല്ലെ, തീർച്ചയായിട്ടും നമ്മൾക്ക് എന്താ പറയാ, നെഗറ്റീവ് സിറ്റുവേഷൻസിനെ നമുക്ക് പോസിറ്റീവ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഓരോ പ്രാവശ്യം നമുക്ക് നെഗറ്റിവിറ്റി കിട്ടുമ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് എന്താ, അടുത്തതിലെ നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു യെസ് എന്ന് പറയുന്ന പോസിറ്റിവിറ്റിയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇന്നൊരു നെഗറ്റിവിറ്റി, നാളെ നെഗറ്റിവിറ്റി കിട്ടിയാ കഴിഞ്ഞു, ഇനി ഞാനില്ലാട്ടാ, എന്നെ കൊണ്ട് പറ്റില്ലാട്ടാ, ഇതൊന്നും എന്നെ കൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമില്ലാട്ടാ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആളുകളാണ് പകുതിയിലധികം. അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കാം. എത്ര റിജക്ഷൻസ് കൂടുതൽ കിട്ടിയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ കൂടുതൽ പവർഫുൾ ആയിട്ട് ഇവിടെ ലീഡർഷിപ്പിലേക്ക് വന്നിട്ടുണ്ടാകും. എന്നിട്ടുണ്ടാവും അവരുടെ ലീഡർഷിപ്പിനെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അവരുടെ എന്താണ് അവരുടെ ആ ഒരു ധൈര്യം, അല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ടുള്ള ഒരു സ്ട്രെങ്ത്, ഇതൊക്കെ കൂടിയിട്ടുണ്ടാകും. അവരുടെ ക്ഷമ കൂടിയിട്ടുണ്ടാവും. അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ് കൂടിയിട്ടുണ്ടാവും. അല്ലെ? ഇവിടുത്തെ ഓരോ ലീഡേഴ്സിനും ഇവിടെ ലീഡർഷിപ്പിലേക്ക് അല്ലെ ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്ത് കയറി വന്നിട്ടുള്ള ഓരോ ലീഡേഴ്സിനും പറയാനുണ്ടാകും അല്ലെ ഇതുപോലത്തെ ഒരുപാട് വേദനകളുടെയും ഒരുപാട് പ്രശ്നങ്ങളുടെയും കഥകൾ പറയാനുണ്ടാവും. അതിനെ അവർ തരണം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് വന്നിട്ടുള്ളത് എന്ത് പ്രശ്നത്തെ നേരിടാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാകും. എന്ത് പ്രശ്നത്തിനും ക്ഷമയോട് കൂടിയിട്ടില്ല നേരിടാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കൊക്കെ മാറുന്ന രീതിയിലേക്ക് നമ്മളെ ആ ഒരു മാറ്റിയെടുത്തിട്ടുണ്ടാവും നമ്മൾക്ക് കിട്ടിയിട്ടുള്ള നെഗറ്റിവിറ്റി എന്ന് കരുതി അത് അങ്ങനെ നിൽക്കലല്ലേ. നമ്മൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ മനസ്സിനെ അത് തന്നെ മാറ്റിയെടുക്കുക എന്നുള്ളത് ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ അടുത്ത കാലത്തായിട്ടല്ലേ ഒരുപാട് നമുക്കറിയാം, നമ്മളിവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഫിജിക്കാട്ടിൽ തന്നെ ഒരുപാട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. നമ്മളെ വളർത്തിയിട്ടുള്ള ആളുകൾ തന്നെ ഫിജി കാർഡിനെ പറ്റിയിട്ട് മോശമായിട്ട് പറയുന്ന സമയത്ത് വല്ലാത്തൊരു കൺഫ്യൂഷനിൽ കൂടെ, വല്ലാത്തൊരു പ്രയാസത്തിൽ കൂടെ ഒക്കെ നമ്മൾ പോയിട്ടുണ്ടല്ലേ. നമ്മൾ വിശ്വസിച്ച നമ്മുടെ പ്രസ്ഥാനം, വിശ്വസിച്ച നമ്മളെ വളർത്തിയ പ്രസ്ഥാനം ഓരോ ദിവസവും നമ്മളെ ഏതൊക്കെ രീതിയിലല്ലേ ഫിജി കാർഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു തരം എന്താ പറയാ, നെഞ്ചിലാണ് അത് കൊള്ളണത് ശരിക്കും. അത് നമ്മുടെ ഇതൊരു വെറും ബിസിനസ് ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല അല്ലെ. ഫിജി കാർഡിലെ ഓരോ ബന്ധങ്ങളും ഫിജി കാർഡിനെ നമ്മളെ കോർത്തിണക്കി നിർത്തിയിരിക്കുന്ന ഈ ഒരു അവസ്ഥയാണ് നമ്മളെ സത്യത്തിൽ ഫിജി കാർഡ് എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് അല്ലെ. ഈ സംഭവങ്ങളൊന്നും ഇനിയില്ല എന്ന് റിയലൈസ് ചെയ്യപ്പെടുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറച്ച് മുൻപ് വരെ. അപ്പൊ മാനസികമായിട്ട് നമ്മൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ സത്യത്തിൽ കുറച്ചും കൂടി ഒന്ന് നന്നായേ പറ്റൂ, കുറച്ചും കൂടി ഒന്ന് ബിൽഡ് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ കുറെ അധികം ട്രെയിനിങ്ങുകളും മറ്റു കാര്യങ്ങളും സ്വയം ഡെവലപ്പ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ, ഒന്ന് തളർന്നു വീഴാൻ പാടില്ല എന്നുള്ള ഒരു സംഭവത്തിൽ നിന്ന് ഒരു മാറ്റത്തിലേക്ക് ഒരു വല്ലാത്തൊരു ചേഞ്ചസ് വരുത്താൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറെ ബുക്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വായിക്കുന്ന സമയത്ത്, ഒരുപാട് ഓഡിയോസ് കേൾക്കുന്ന സമയത്തൊക്കെ നമുക്ക് വന്നിട്ടുള്ള, അതായത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളും വലിയ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ആളുകളാണോ നിങ്ങൾ, എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് വിലയിരുത്തണം. നമ്മുടെ മനസ്സിൽ ഒരുപാട് ആളുകളോടുള്ള ദേഷ്യം, പക, വിദ്വേഷം, അല്ലെങ്കിൽ പ്രതികാരം, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. മറ്റുള്ള ആളുകൾ നന്നായി പോണ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു നെഞ്ചിന്റെ ഈ ഭാഗത്തൊരു വേദന എന്നൊക്കെ പറഞ്ഞ പോലെ, അങ്ങനെ മറ്റുള്ളവരുടെ വളർച്ചയിൽ നമ്മൾക്ക് വേദന വരുന്നുണ്ടെങ്കിൽ അല്ലെ, അതൊക്കെ നമ്മുടെ ഉള്ളിൽ അങ്ങേയറ്റത്തെ ഭാരം കൊടുക്കുന്ന എന്താ പറയാ നെഗറ്റീവ് തോട്ടുകളാണ് നമ്മുടെ ഉള്ളിൽ അല്ലെ. നെഗറ്റീവ് ആയിട്ടുള്ള ഈ ഒരു അവസ്ഥ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്തിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള അല്ലെ നഷ്ടബോധങ്ങളും കുറ്റബോധങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. ഒരുപാട് കുറ്റപ്പെടുത്തലുകളൊക്കെ കിട്ടിയിട്ടുള്ള ആളുകളുടെ മനസ്സിലൊക്കെ കുറ്റബോധത്തിന്റെ ഭാരം കൊണ്ട് നമുക്ക് കണ്ണു തുറക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാതെ നമുക്ക് വലിയ സ്വപ്നങ്ങൾ കാണാൻ പാടില്ല എന്നുള്ളതാണ്. ഉള്ളിൽ എന്തെങ്കിലും മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അത്
അത് ഹീൽ ചെയ്യപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അതൊരു വലിയൊരു തിരിച്ചറിവായിരുന്നു എന്നോടും. നമ്മളോട് തന്നെ അല്ലേ, നമ്മളോട് തന്നെ എന്തോരം തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ആലോചിച്ച് നോക്കിയേ. ഒരാള് പറയാണ് നിന്നെ കൊണ്ടൊന്നിനും കഴിയൂല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വിശ്വസിക്കുകയാണ്, ശരിയാണ് എന്നെ കൊണ്ടൊന്നും കഴിയൂല. അങ്ങനെ വിചാരിച്ചാൽ തന്നെ ഞാൻ എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റല്ലേ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ മറികടന്നിട്ടാണ് ഞാൻ പറയണത് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്നോട് ചെയ്ത തെറ്റ്. അപ്പൊ എന്നോട് തന്നെ ഞാൻ ഫോർഗീവ് ചെയ്യണം, എന്നോട് തന്നെ ഞാൻ ക്ഷമിക്കാം. അതുപോലെ എന്നോട് തെറ്റ് ചെയ്തിട്ടുള്ള ആളുകളോട് ഞാൻ ക്ഷമിക്കാം. അവര് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടല്ല ട്ടാ. നമ്മൾക്ക് ചുറ്റുപാടുള്ള ഒരുപാട് ആളുകൾ നമ്മളെ നല്ലോണം വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതി അവരുടെ ഭാഗം ശരിയെന്നല്ല അതിനർത്ഥം. പക്ഷെ എന്റെ മനസ്സ് ഹീൽ ചെയ്യപ്പെടണം. എനിക്ക് സ്വസ്ഥമായിട്ട് എന്റെ ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ എന്റെ മനസ്സിലെ നെഗറ്റിവിറ്റി ഒക്കെ മാറ്റി വെച്ചിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ള റിയലൈസേഷനിൽ നിന്ന് ഞാൻ ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്താ പറയാ, ഒരുപാട് എന്താ പറയാ നന്മകൾ പടച്ചോൻ നമുക്കൊക്കെ തന്നിട്ടുണ്ട് അല്ലെ. ഒരു ദിവസം നേരം വെളുത്ത് എണീറ്റിട്ട് നമ്മൾക്കൊക്കെ ഉണരാൻ പറ്റുന്നില്ലേ, നമ്മൾക്ക് ഇവിടെ കണ്ണ് തുറക്കാനും ഇവിടെ കേൾക്കാനും നമ്മൾക്ക് എണീറ്റ് നടക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലേക്ക് എത്രയോ ആളുകൾ ഓരോ ഉറക്കത്തിന് ശേഷം എണീക്കാൻ കഴിയാതെ ഈ ലോകം വിട്ടു പോകുന്നുണ്ട് അല്ലെ. അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയില് നമ്മളൊക്കെ ഒരു ജീവിതത്തിൽ നിന്ന് അല്ലെ, ഇന്ന് നേരം വെളുത്തിട്ട് എണീക്കുമ്പോ നേരം വെളുക്കുമ്പോ തന്നെ ഞാൻ അൽഹംദുലില്ലാ ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓരോ ആളുകളും അല്ലെ എണീക്കണം. ഓഹോ, ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഉണർന്നു അല്ലെ, ഇനി ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ കുറിച്ച് നമ്മൾ ഇനി എന്താണ് ഉണ്ടാവാൻ പോണേന്നൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിന് പകരം ഇന്ന് എനിക്ക് എന്താണ് എന്റെ പടച്ചോൻ കരുതി വെച്ചിട്ടുള്ളത് എന്ന് ആലോചിച്ച് അതൊരു പോസിറ്റീവ് മൈൻഡോട് കൂടി ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ ഒരുപാട് കിട്ടിയിട്ടുള്ള നന്മകൾ അല്ലെ. നമുക്ക് കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ നമുക്ക് എത്രമാത്രം നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് ഒരിക്കലില്ലല്ലേ. നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള റിയലൈസേഷൻ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. കൂടുള്ള ആൾക്കാരോട് തല്ലിട്ടും വഴക്കിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും നമ്മൾ ഓരോ ദിവസം തള്ളി നീക്കുമ്പോൾ ആലോചിക്കുക, കൂടെ നിൽക്കുന്ന ആളുകളില്ലാതെ ഒരു നിമിഷം നമുക്ക് നീങ്ങാൻ പറ്റുമോ? പറ്റില്ല. ഇത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കൂടെ നിൽക്കുന്ന നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളോട് വളരെ നല്ല പൂർവ്വം നമുക്ക് പെരുമാറാൻ പറ്റും. ഓരോ ദിവസം അവരോട് നന്ദിപൂർവ്വം നമ്മൾക്ക് ബിഹേവ് ചെയ്യാൻ പറ്റും. ഓരോ ദിവസം ഒരു നിമിഷം നമ്മൾക്ക് നന്ദിയില്ലാതെ നമുക്ക് കൂടുള്ള ആളുകളോട് നമുക്ക് നോക്കാനായിട്ട് കഴിയില്ല. അപ്പൊ ഓരോ മനുഷ്യനും ഓരോ മൃഗങ്ങളും നമ്മുടെ ചുറ്റുമുള്ള ഓരോ ചെടികളും ഓരോ പുൽനാമ്പ് വരെ നമ്മൾക്ക് ഒരുപാട് നന്മകൾ തരും പോലെ, ഒരു മഴ പെയ്യുമ്പോ അല്ലെങ്കിൽ ഒരു കാറ്റ് വീശുമ്പോ ഒരു നല്ല ശ്വാസം കിട്ടുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച്, ഇവിടെ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം ചൂടാണ്. ഞാൻ അജ്മാനിലാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റത്തിലേക്ക് ഞാൻ കടന്നു എന്ന് പറഞ്ഞില്ലേ. അതായത് അബുദാബിയിൽ നിന്ന് അജ്മാനിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, സ്വന്തമായിട്ടൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ മാനസികമായിട്ട് വളർന്നു അല്ലെ. വലിയ മാറ്റത്തിലേക്ക് അല്ലെ, ഒരു സാധാരണ വീട്ടമ്മ ഇന്ന് മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് പലതും ഉണ്ടാക്കാൻ പറ്റും. അതിന് ഏറ്റവും വലിയ ഒരു മാറ്റം സംഭവിച്ചത് എൻ്റെ മനസ്സിൽ നിന്നായിരുന്നു. എൻ്റെ മൈൻഡ് സെറ്റ് നന്ദിപൂർവ്വം ദൈവത്തിനോടും മനുഷ്യനോടും മൃഗങ്ങളോടും പക്ഷികളോടും അതുപോലെ ഓരോ ചെടികളോടും പുൽനാമ്പിനോട് പോലും നമ്മൾക്ക് എന്താണ് നന്ദി പറയാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ട് ഇവിടെ. നമ്മൾ ഇല്ലായ്മയെ കുറിച്ച് ഓർത്തും മറ്റുള്ള ആളുകൾ നമ്മളോട് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്തും എപ്പോഴും ഇങ്ങനെ നെഗറ്റിവിറ്റിയുടെ മേലെ നെഗറ്റിവിറ്റി ചിന്തിച്ച് പ്രവർത്തിച്ച് നമ്മുടെ ഉള്ളിൽ കിടന്നിങ്ങനെ ഈ വിഷം കിടന്നിങ്ങനെ എന്താ പറയാ കത്തിയാളാണ്. ഇത് വെച്ചിട്ട് നമ്മൾക്ക് എങ്ങനെ വലിയ വിജയം നേടാൻ പറ്റും? നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലില്ല. നമ്മളെ അത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. നമ്മളല്ല നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ്. എനിക്ക് എൻ്റെ ടീമിനെ ഓർത്ത് ഞാൻ ഓരോ ദിവസം വല്ലാതെ വിഷമിച്ച് പോയിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ. എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മുടെ ഫിജി കാർഡിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മള് എനിക്കിവിടെ ഇവിടുന്നൊക്കെ പോയിട്ടുള്ള ചില ലീഡേഴ്സിനെ നമ്മൾ കണ്ണുമടച്ച് അല്ലെ, എന്താ പറയാ, അത്രയ്ക്കും വിശ്വസിച്ചു. നമ്മളെ പോലെയാണ് അവര് എന്ന് നമ്മൾ കരുതി അവരെ കുറ്റം പറയല്ല കേട്ടോ ചെയ്യണത്. പകരം എന്തെങ്കിലും സംഭവിച്ചാൽ, ഫിജി കാർഡിന് എന്തെങ്കിലും സംഭവിച്ചാൽ, അവര് എന്തൊക്കെ പ്രശ്നം സംഭവിച്ചാലും അതിനെ താങ്ങി നിർത്താനുള്ള എന്താ പറയാ ചുമലുവിൽ താങ്ങി നിർത്തും എന്ന് നമ്മൾ കരുതിയിട്ടുള്ള കുറെ ലീഡേഴ്സിനെ പറ്റി ഞാൻ എൻ്റെ പാർട്ട്നേഴ്സിനോട് എപ്പോഴും പറയാറുള്ളതാ. ഒന്നും സംഭവിക്കാൻ പോലുള്ള നമ്മുടെ ഫിജി കാർഡിന്, കാരണം അത്രയും ശക്തമായിട്ടുള്ള ലീഡർഷിപ്പ് ഉള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അതിനെ താങ്ങി നിർത്തും. എന്തൊക്കെ പ്രശ്നം വന്നാലും അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയാൻ അത്രയ്ക്കും മനക്കരുത്തുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ലീഡർഷിപ്പ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാനില്ല എന്ന് പറയുമ്പം
അതില് ല്ലേ നമ്മളെ ആദ്യം തന്നെ നമ്മളുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ച ഒരു അവസ്ഥയിലായിരുന്നു ല്ലേ. പിന്നെ നമ്മൾ അതിനെ റിയലൈസ് ചെയ്യാണ്. അതായത് എല്ലാവരും നമ്മളെ പോലെ ആകണം നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. നമ്മ ഒരാളെ വിശ്വസിച്ചു. അയാൾ എത്രമാത്രം വിശ്വസിക്കുന്നു, എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് അവരുടെ ഹൃദയം തുറന്നു നോക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മളെ പറ്റിയിട്ട് നമ്മളെ ഓരോരുത്തരും നമ്മളെ വെച്ചിട്ടാണ് മറ്റുള്ള ആളുകളെ കമ്പയർ ചെയ്യാൻ പോണത് അല്ലെ. നമ്മൾ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഞാൻ എത്രത്തോളം നല്ലതാണ് അതുപോലെയാണ് ഞാൻ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുക. അതാണ് ഫിജി കാർഡിന്റെ പ്രത്യേകത കേട്ടോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കുന്ന ആളുകളാണ് ഫിജി കാർഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണത്. കാരണം എന്റെ മനസ്സിൽ ഞാൻ എല്ലാവരും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്ക് കൂടുതൽ ആളുകളൊക്കെ സ്നേഹിക്കാനും വിശ്വസിക്കാനും പറ്റും. എല്ലാത്തിനും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഇവരൊക്കെ പ്രശ്നമാണ്, ഇവരെ പണ്ടേ അങ്ങനെയാണ്, ഇതൊന്നും നടക്കാൻ പോണില്ല, ഇങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് എങ്കിൽ അവര് മറ്റുള്ളവരെ പറ്റി എന്താ ചിന്തിക്കുക? ഇതൊന്നും നടക്കാൻ പോണില്ല. അപ്പൊ അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റില്ല, ഇട്ടിട്ട് പോകും. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അവര് തിരിഞ്ഞോടും, പിന്തിരിഞ്ഞു നിവർത്തി ഇവിടെ നിന്ന് ഇതിനെതിരെ പൊരുതാൻ ശക്തി അവർക്ക് ഉണ്ടാവില്ല. കാരണം അവസാനം വരെ പിടിച്ചു നിൽക്കുന്നതിലെ അത്രത്തോളം ശുദ്ധമായിട്ടുള്ള മനസ്സുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ഒരു പക്ഷേ അല്ലെ പോയിട്ടുള്ള ആളുകൾക്ക് അല്ലെ ജീവിതത്തിൽ അല്ലെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പാകത്തിന് അല്ലെ അവരെ വളർത്തി ഒന്നുമില്ലായ്മയിൽ നിന്ന് അവരൊക്കെ വളർത്തിയെടുത്തു അല്ലെ വലിയൊരു അവസ്ഥയിലേക്ക് മാറ്റില്ലേ. എന്താ പറയാ, സീറോയിൽ നിന്ന് അവരെ ഹീറോ ആക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഒരു കൺസെപ്റ്റാണ്. എന്നിട്ടാണ് അവര് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പോയത് എന്ന് ആലോചിക്കുമ്പോൾ അഭിമാനം. ഫിജി കാർഡിന് അല്ലാണ്ട് വേറെ ആർക്കും പറ്റും ഇതുപോലെ ചെയ്യാൻ? വേറെ ആർക്കും പറ്റില്ല. അതാണ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റില് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ മൈൻഡ് സെറ്റിനെ നമ്മൾ ക്ലിയർ ആക്കി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നമ്മുടെ കൂടെയുള്ള ആളുകളെ അപ്ലിഫ്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്തിലെ ദൈവം നമ്മളെ ഉയർത്തുന്ന ഒരു നേർക്കാഴ്ചയാണ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. ഒരിക്കലും വിചാരിക്കാത്ത ഒരു കാര്യമാണ്. ഒരു ബിസിനസ് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ തലപ്പത്തേക്ക് കയറാൻ പറ്റും, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ പാകത്തിന് മാനസികമായിട്ട് നമ്മൾ പരുവപ്പെടും എന്നൊന്ന് മറ്റുള്ളവരെ കൂടി പ്രൂവ് ചെയ്യണം. എൻ്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ട്. പണ്ട് ഞാൻ പറയാറില്ലേ, നമ്മൾ പാത്രം കഴിക്കണ സമയത്തും എന്താണ് നമ്മൾ പബ്ലിക്കിനോട് സംസാരിക്കുന്ന ഫീലാ. ഞാൻ നിങ്ങളോട് ഇപ്പൊ 1000 പേരോടാ സംസാരിക്കണം. വീടിനകത്ത് എത്ര പേര് നിങ്ങളുടെ ഫ്രണ്ട്സും അല്ല നിങ്ങളുടെ പാരന്റ്സും മക്കളും ഒക്കെ അടക്കം ചിലപ്പോൾ ഓരോരുത്തർക്കും ഒരാൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 2000 ആണെന്ന് കണക്കാക്കി കഴിഞ്ഞാൽ 2000 ആളുകളോട് സംസാരിക്കുന്ന ഒരവസ്ഥ എനിക്ക് പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ എന്റെ സ്വപ്നമല്ലേ ശരിക്കും. ഇവിടെ പോവാണിയണമെന്ന് ആലോചിക്ക്. ഞാൻ പത്രം കഴിക്കണ നിൽക്കുന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ പത്രം കഴിക്ക് തീർന്നത് അറിയാറില്ല. ഞാനിങ്ങനെ ഒരു മൈക്കിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുകയാണ്, ഒരുപാട് ആളുകളോട് സംസാരിക്കുന്നതൊക്കെ ഒരു ഫീല്. ഞാനിങ്ങനെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ എന്റെ സെൽഫ് ടോക്കാണ്. പോസിറ്റീവായിട്ട് ഞാൻ സെൽഫ് ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ അതാണ് എന്റെ സ്വഭാവം, അങ്ങനെ എന്റെ ലൈഫ് പറയണം, ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് ഈ പറഞ്ഞ എന്താണ് നമ്മുടെ മനസ്സിൽ അന്നേ അങ്ങനെയാ. ആ ഒരു അവസ്ഥയില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ എത്രമാത്രം നിറവുണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കി എത്രമാത്രം മനസ്സിന് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? പറ്റില്ല, എനിക്കറിയാം പറ്റില്ല. കാരണം ചിലപ്പോ എന്റെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ പേഴ്സണൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. പക്ഷെ അതിന്റെ ആഴത്രയൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലാകും, ഇല്ലാന്ന് ഞാൻ പറയില്ല. അതായത് വർഷങ്ങളോളം, ഒരു വർഷമല്ല, അല്ലെങ്കിൽ ഒരു മാസമല്ല, വർഷങ്ങളോളം നമ്മൾ ആഗ്രഹിച്ച സ്വപ്നത്തിലേക്ക് നമ്മൾ അടുത്തെത്തി, അല്ലെങ്കിൽ അത് നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു അവസ്ഥ, അത് ചെറുതൊന്നല്ല ട്ടാ. ഇനിയിപ്പോ നമ്മള് കുടുംബത്തിലേക്ക് എത്തിയിട്ട് നമ്മളിങ്ങനെ ആ ഒരു നിറവിൽ നിന്നു നമുക്കിനി എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല. ഇന്നത്തെ ഒരു ദിവസത്തിൽ എന്ത് സംഭവിച്ചാലും വളരെ ശാന്തമായിട്ട് കാമായിട്ട് ജീവിതത്തെ കാണാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ മനസ്സങ്ങോട്ട് സജ്ജായിന്നേ. എന്ത് പ്രശ്നം വന്നാലും ഒരു ദിവസം നമ്മൾ ഇവിടെ നിന്നൊക്കെ വളരെയധികം സന്തോഷത്തോടുകൂടി പോകുമ്പോ ഒരുപാട് ആളുകളുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന കിട്ടും എന്നുള്ള ഭയങ്കര വിശ്വാസമുണ്ട്. അത് ഉറപ്പുള്ള കാര്യം. അതിൽ ഏറ്റവും അല്ലെ, ഇപ്പൊ നമ്മൾ ജാസ്മിനൊക്കെ പറഞ്ഞ പോലെ അവളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ കഴിവുകൊണ്ടല്ല ട്ടോ. നമ്മുടെ മനസ്സിൽ നമ്മളുടെ അവസ്ഥ നന്നായി മനസ്സിലാവുന്നത് കൊണ്ട് അതുപോലെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പിടിച്ച് പൊക്കവരെ അവരെങ്ങനെ മാനസികമായിട്ട് വളർത്താൻ പറ്റും, അവർക്ക് എന്ത് ലക്ഷ്യം കൊടുക്കാൻ പറ്റും, അവൾ എന്തിനായിരുന്നു വിഷമിച്ചിരുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. +2 വിദ്യാഭ്യാസത്തിൽ പഠിത്തം നിർത്തിയിട്ട് കുട്ടികളുടെ പ്രായത്തിന്റെ ചാവല്യത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ പെരുപ്പിച്ച് കാണിച്ചിട്ട് വീട്ടിലും നാട്ടിലും ഒക്കെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ട് പഠനം നിർബന്ധപൂർവം എന്താ പറയാ പല ആളുകളുടെ ഇടപെടലുകളിലൂടെ പഠനം നിർത്തിയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ, മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു കഥ അല്ലെ. 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് ഒരു ഭാരവും ഏറ്റെടുത്തിട്ടുള്ള ആ കുട്ടിയുടെ മനസ്സ് എന്തായിരിക്കും എന്ന് ചിന്തിക്കാൻ വേറെ എവിടെയെങ്കിലും പോകണോ?
അല്ലെ? അവൾക്ക് വേണ്ടത് എന്തായിരുന്നു? വിദ്യാഭ്യാസം കൊടുത്തിട്ട് മറ്റുള്ള ആളുകളുടെ മുന്നിൽ നിവർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അവളെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അവൾക്ക് വേണ്ടതെന്ന് എനിക്കറിയാം. അപ്പൊ പഠിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ അവളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരുന്നു ഓരോരോ സമയത്തും. ഇടയ്ക്കൊക്കെ ഇപ്പൊ ഈ ഫിജിക്കാട്ടിൽ തന്നെ വന്നതിന് ശേഷം അവര് പറയും എന്താണ്, എനിക്ക് താങ്ങാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളും ഫാമിലി പ്രോബ്ലംസും എല്ലാം കൂടി വരുന്ന സമയത്ത് ഞാൻ ഏതെങ്കിലും വല്ല സൈക്യാട്രിസ്റ്റിനെ പോയി കണ്ടാലോ എന്ന് ചോദിച്ചൊരു സമയം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ അവളോട് ചോദിച്ചൊരു കാര്യം, എടാ 3 കൊല്ലായിട്ട് നിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ, നിന്റെ എല്ലാം നല്ലതും ഇല്ലായ്മയും ഉള്ളതും എന്തൊക്കെ കഴിവുകൾ ഉണ്ടെന്നും നിനക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെന്നും ഇത്രേ വർഷങ്ങളോളം കേട്ടുകൊണ്ടിരുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, 1 മണിക്കൂർ കൊണ്ട് നീ 2000-3000 കൂടെ ഒരു സൈക്കോളജിസ്റ്റിനോ സൈക്യാട്രിസ്റ്റിനോ കൊടുത്ത് അവർക്ക് എന്ത് തേങ്ങ മനസ്സിലാവാനാണ് അവർക്ക്? ഒന്നും മനസ്സിലാവാനില്ലടാ. നിനക്ക് ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. ധൈര്യമായിട്ട് നിൽക്കുക. എന്താണ് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുക? സൊല്യൂഷൻ കണ്ടെത്തുക. ഒരു ലീഡർക്ക് ചെയ്യാനുള്ളത് അവരെ നമ്മൾ പറയണേക്കാൾ കൂടുതൽ കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാ. അവർ കേട്ടിട്ട് അവർക്ക് സൊല്യൂഷൻ കൊടുക്കുമ്പോഴാണ് അല്ലെ നമ്മൾ ഇവിടുന്ന് ഒരു നല്ല ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് നമ്മളിവിടെ എന്താ പറയാ അവരുടെ ഓരോരുത്തരുടെ പാർട്ട്നേഴ്സിന്റെ മനസ്സിൽ ഹീറോ ആയിട്ട് മാറുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് സെൽഫ് പ്രൊമോഷൻ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. പക്ഷെ അതിലൊക്കെ എന്ത് കാര്യമുണ്ട്? മറ്റുള്ള ആളുകളുടെ മനസ്സിൽ ഒരു ഹീറോ ആകാൻ പറ്റണമെങ്കിൽ അല്ലെ, നമ്മൾ തനി അത് മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ചിന്തിക്കാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എത്ര 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 വലുതായി പോയാലും നമ്മുടെ നിലം തൊടാൻ മണ്ണിൽ നിന്ന് കാലെടുക്കരുത്. ഞാൻ എന്റെ പാർട്ട്നേഴ്സ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, എന്റെ മക്കൾ എന്നൊക്കെ പറയേണ്ടി വരും ശരിക്കും. അത്രയ്ക്കും സ്നേഹം കൊടുത്ത് വളർത്തുന്ന ഒരു അവസ്ഥ ഉണ്ട് എനിക്ക്. കാരണം നമുക്കൊക്കെ ആകെ കൂടി കുറച്ച് ജീവിതമുള്ള അല്ലെ, കുറച്ച് സമയത്തിനുള്ളിൽ നമ്മളെല്ലാവർക്കും നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുള്ള ദൗത്യം അത് തീർത്തിട്ട് അങ്ങോട്ട് പോണം. അതങ്ങോട്ട് വരുന്നില്ല മനസ്സിൽ. ഇവിടെ അങ്ങോട്ട് സ്ഥിരമായിട്ട് ജീവിക്കും എന്നുള്ള ഒരു തരം ചിന്തയിലാണ് കേട്ടോ നമ്മളൊക്കെ ജീവിക്കണത്. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയോ അറിയാൻ പറ്റില്ല കൂടെ നിൽക്കുന്ന ആളുകളുടെ വാല്യൂ. നമ്മൾ ജീവിച്ച ആ ഒരു എന്താ പറയാ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഒരു മനുഷ്യനെ, നമ്മൾ നടക്കുന്ന വഴിയിലൂടെ എതിരെ വരുന്ന മനുഷ്യൻ, അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ആളുകളാണ്. നമ്മൾ ഇത്ര കൊല്ലങ്ങൾ ജീവിച്ചിട്ട് നമ്മൾ ഒരു ദിവസത്തിൽ നടന്നു പോകുമ്പോൾ എതിരെ കുറച്ച് ആളുകൾ നടന്നു വരുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ആളുകളാണ്. എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാവാത്തെ? നമ്മളിനി ചിലപ്പോൾ ഒരു പക്ഷെ അവരെ ഒരിക്കലും കണ്ടില്ലായിരിക്കാം, ഒരിക്കലും കാണില്ലായിരിക്കാം. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്കും വാല്യൂ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന അല്ലെ, അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ജീവിതം വളരെ കുറഞ്ഞ സമയമുള്ളൂ, നമുക്ക് സമയം കളയാനില്ല മക്കളെ. വേഗം റെഡി ആയിക്കോ. ഇന്നത്തെ ഒരു ദിവസം എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ മാക്സിമം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നാളത്തെ ഒരു സമയത്ത് അല്ലെ, ചിലപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ചെയ്തു വെച്ച് ബാക്കി വെച്ച കാര്യങ്ങൾ തുടരാൻ ഇവിടെ ആളുകൾ ഉണ്ടാകും. എന്തെങ്കിലും ഒരു നല്ലത് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് അതിനെ ഏറ്റെടുക്കാൻ നന്മയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കെ ബിസിനസ്സിലൊക്കെ വന്നും പോയിട്ടൊക്കെ ഉണ്ട് അല്ലെ. പെട്ടെന്ന് കാശുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് പറ്റാത്ത ആൾക്കാർ, കംഫർട്ട് സോണിൽ നിന്നൊന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ആളുകൾ, ഒരു ചീത്ത കേട്ട് കഴിഞ്ഞാൽ അപ്പൊ പണി നിർത്തുന്ന ആളുകൾ, അതിനുമപ്പുറം നമ്മളെ പോലെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ള റിയലൈസേഷൻ. നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ മനസ്സിലെ അത്രയ്ക്കും നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പോലെ അല്ലെ, നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന്റെ വാല്യൂ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന, ദൈവത്തിലെ അത്രത്തോളം സ്നേഹത്തോടുകൂടി കാണുന്ന, നാളെ തിരിച്ചു പോകണം എന്ന് വ്യക്തമായിട്ടുള്ള ഉറപ്പോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് അല്ലെ, കൂടെ നിൽക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ പിണങ്ങി നിൽക്കാൻ പറ്റില്ല നമുക്ക് ആ പ്രയാസം നമ്മളെ വിട്ടു പോകില്ല. നമുക്ക് നാളെ ഒരു സമയത്ത് നമ്മൾ ഇവിടുന്ന് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളിൽ എത്ര പേർക്ക് അല്ലെ, ഇവിടെ എത്ര ആളുകളോട് പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ടാവും. ആ ഒരു പിണക്കം നമ്മൾ വെച്ചോണ്ടാണ് നമ്മൾ പോണെന്നുണ്ടെങ്കിൽ നമ്മൾ പോവാണോ? നമ്മളിവിടെ ഇല്ല, പിന്നെ ഈ ഭൂമി ലോകത്തില്ല. ഇനി എങ്ങനെ കാണും എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് ഒരു അറിവില്ല. ഇത് റിയലൈസ് ചെയ്യാണ്ട് നമുക്ക് 40 50 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാതെ തിരിച്ചറിവ്, ഒരുപാട് അറിവ് നേടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് തിരിച്ചറിവ്. അതെപ്പോഴും എല്ലാവർക്കും കിട്ടിയെന്നൊന്നും വരില്ല കേട്ടോ. അത് കേൾക്കാൻ നമുക്ക് ചിലർക്ക് അവസരം കിട്ടണം, നമുക്ക് അല്ലെ, മറ്റുള്ള ആളുകളിൽ നിന്ന് നമുക്ക് അവസരം കിട്ടണം. നമ്മൾ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ നമുക്കൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ അല്ലെ വേറൊന്നും ചെയ്യാനില്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റിയാൽ, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോട് പോലും അല്ലെ നമുക്ക് ക്ഷമിക്കാതെ അല്ലെ ഫോർഗീവ് ചെയ്യാതെ ജീവിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, വലുതൊന്നും ആഗ്രഹിക്കരുത് കേട്ടോ, വലിയതൊന്നും ആഗ്രഹിക്കരുത്. പോവൂല. കാരണം അത്രയ്ക്ക് ഹെവിയാണ് നമ്മുടെ മനസ്സൊക്കെ. അതിനെ ലോലമാക്കി കൊണ്ടുവരാൻ നമുക്ക് പറ്റിയാൽ, മറ്റുള്ളവരോടുള്ള നന്ദിയോടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ, എല്ലാവരോടും നമുക്ക് ക്ഷമിക്കാൻ പറ്റിയാൽ, നമ്മുടെ മൈൻഡ് സെറ്റ് റെഡി ആയി. ഒക്കെ സെറ്റ്, മൈൻഡ് സെറ്റ് ഒക്കെ റെഡി ആയി. ഇനി എന്താണ്?
ഞാനിവിടെ ഇങ്ങനെ ധ്യാനം ചെയ്ത് ഇങ്ങനെ വീട്ടിലിരിക്കാം എന്ന് കരുതിയാൽ നടക്കോ? ആക്ഷൻ, മൈൻഡ് സെറ്റ് പ്ലസ് ആക്ഷൻ, അവിടെയാണ് ട്രാൻസ്ഫോർമേഷൻ നടന്നത്. മനസ്സ് ശുദ്ധമാക്കി കൊണ്ടുവന്നു, മനസ്സ് സ്ട്രോങ് ആക്കി കൊണ്ടുവന്നു. പിന്നെ ഒരാൾക്കും ഇവിടെ തടുക്കാൻ പറ്റില്ലടോ. നമ്മളുണ്ടല്ലോ മനസ്സില് ജലസി, അസൂയ കൊണ്ടോ ദേഷ്യം കൊണ്ടോ വിഷമം കൊണ്ടോ പക കൊണ്ടോ പ്രതികാരം കൊണ്ടൊക്കെ ഭാരമാക്കി വെക്കണം മനസ്സിലില്ലേ. ഒരാള് വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അത് താങ്ങാൻ പറ്റാണ്ട് നമ്മൾ വീഴും നമ്മള്. കാരണം അത്രയ്ക്കും വലിയ ഭാരം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഈ പറഞ്ഞ ബാക്കി ഒരു കാര്യം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും? പറ്റില്ല. അതേസമയം കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റാൻ പറ്റിയാൽ, ഒരു നെഗറ്റിവിറ്റിയും ഇവിടെ തട്ടാൻ സമ്മതിക്കാതെ റിഫ്ലക്ട് ചെയ്ത് പോകാൻ നമുക്ക് സാധിച്ചാൽ, അവിടുന്ന് അല്ലെ, നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, എന്റെ മനസ്സിൽ ഒരാളോടും ദേഷ്യമില്ല, ഒരാളോടും ഒരു പ്രശ്നമില്ല, ഒരാളോട് പകയില്ല, പ്രതികാരമില്ല, ഒരാളുടെ വളർച്ചയിലും എനിക്ക് അസൂയല്ല, എനിക്കൊരു സങ്കടമില്ല. എനിക്ക് സങ്കടമില്ല എന്ന് പറയാൻ പറ്റില്ല, സങ്കടമുണ്ട്. ഒരുപാട് പ്രശ്നത്തിലാണ് നമ്മളൊക്കെ, സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും ഒക്കെ നമ്മൾ പ്രശ്നത്തിലാടോ, അല്ലാന്ന് പറയില്ല. ഞാൻ പറഞ്ഞില്ലേ, ദിസ് ഈസ് ദ വേ ദ ലൈഫ് ഈസ്. ഇങ്ങനെയാണ് ലൈഫ്. അത് തിരിച്ചറിഞ്ഞിട്ട് വിഷമം ഉണ്ടെങ്കിൽ വിഷമം മാറ്റാനുള്ള വഴി കണ്ടെത്തണം, വേദന ഉണ്ടെങ്കിൽ വേദന മാറ്റാനുള്ള വഴി കണ്ടെത്തണം. ഞാനിപ്പോഴും എന്റെ മക്കളോടൊക്കെ പറഞ്ഞ പോലെ, ഇവിടെ വേദന എടുക്കണം അവിടെ വേദന എടുക്കണം പറയുമ്പോൾ ഞാൻ അവരോട് പറയും, ഇങ്ങനെയാണ് മക്കളെ ലൈഫ്. വേദന വിഷമൊന്നും ഇല്ലാണ്ട് ലൈഫ് ഉണ്ടാവില്ല. വല്ലാതെ വേദന സഹിക്കാൻ പറ്റണം നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം അല്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. ഒരു തലവേദന ഇല്ലാണ്ടോ ഒരു വയറുവേദന ഇല്ലാണ്ടോ എവിടെയെങ്കിലും തട്ടി തടഞ്ഞ് കാലം എന്താണ് പൊട്ടിയിട്ടും അവിടെ തട്ടിട്ട് ഇവിടെ തട്ടിട്ടൊക്കെ വേദന എടുത്തിട്ട് ഒരു ദിവസം, അതാണ് ഇതിങ്ങനെയാണ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് സഹിക്കാൻ പറ്റും, അതിനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും, അടുത്തൊരു ലെവലിലേക്ക് മാനസികമായിട്ട് പരുവപ്പെടാൻ പറ്റും. ഇങ്ങനെയൊക്കെ മനസ്സിനെ മാറ്റിയിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ട് നമ്മൾ റെഡി ആണെങ്കിൽ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ നടക്കും. എങ്ങനെ പ്രവർത്തിക്കണം നമുക്കറിയാം അല്ലെ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇവിടെ പവർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാ അല്ലെ. ഇവിടെ എന്താണ്, കാലാകാലം നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണതാണോ? അല്ലല്ല. ഓരോ റാങ്കിലേക്ക് കയറും തോറും നമ്മൾക്ക് എന്താണ്, ഓരോ പ്രൊഫൈലാ, ഓരോ ജോബ് പ്രൊഫൈലാ. നമ്മുടെ ഇത് മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ ജോലിയുടെ ആ രീതികൾ തന്നെ മാറിക്കൊണ്ടിരിക്കും. ആ പവർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. നമ്മൾ വിചാരിക്കും ഞാൻ ഭയങ്കര സംഭവമാണ്, അപ്പൊ എന്നെ പോലെ ഭയങ്കര സംഭവമായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ടീമിൽ വരേണ്ടത് എന്ന് വിചാരിച്ചാൽ നടക്കൂ. ഇനി ചില ആൾക്കാർ വിചാരിക്കും എന്നെ കൊണ്ടൊന്നും കഴിയൂല, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇനി എന്നെ പോലെ തന്നെ ആയിരിക്കൂ എന്ന് വിചാരിക്കും. അതുമല്ല, ഇവിടെ ഒരു സിമ്പിൾ സിസ്റ്റം ഉണ്ട് അല്ലെ, വളരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, വളരെ സിമ്പിൾ ആയിട്ടുള്ളത്, കുറഞ്ഞ കാര്യങ്ങള്, നമ്മുടെ കമ്പനി പറയണ കുറച്ച് കാര്യങ്ങള് എത്ര എളുപ്പമായിട്ടല്ലേ. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്, ഇതൊരു ഡയറക്റ്റ് സെല്ലിംഗ് ഉണ്ട്. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് വെറുതെ സെയിൽ ചെയ്യുന്നത് മാത്രമാണോ ഡയറക്റ്റ് സെല്ലിംഗ്? നിങ്ങളിൽ നിന്ന് ഒരാൾ പ്രോഡക്റ്റ് വാങ്ങിച്ചത് നമ്മുടെ ഫിജിക്കാരന്റെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി മാത്രം കണ്ടിട്ട്, ക്വാളിറ്റി കണ്ടിട്ട് ആണോ? അല്ല. നമ്മൾ ആദ്യം തന്നെ നമ്മളെ തന്നെ വിറ്റത്, അവര് വാങ്ങിയത് നമ്മളെയാ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് നോക്കുന്നേ ഉള്ളൂ. അപ്പൊ നമ്മളെങ്ങനെ വിൽക്കണം? അവരെങ്ങനെയായിരിക്കും നമ്മളെ വാങ്ങിയിട്ടുണ്ടാവുക? നമ്മളൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചില ആൾക്കാരെ നമ്മളോട് ഇവര് ഭയങ്കര സംഭവമാണല്ലോ, ഇവര് എന്തായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക, അവര് ചെയ്യണ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അല്ലെ അതുപോലെയൊക്കെ ആവാന്നൊക്കെ. എനിക്ക് കുറെ പേരിട്ടാ, എനിക്ക് ഇതിലേക്കൊക്കെ വന്നതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി നമ്മൾ സംസാരിക്കുന്നത് ടീച്ചറാണെന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാൻ ഭയങ്കര എന്താ പറയാ, ഭയങ്കര സംഭവമായിട്ട് ഞാൻ എന്റെ ഹസ്ബൻഡ് ഒക്കെ കൂടുള്ള സമയത്ത് എന്നോട് ആരെങ്കിലും ടീച്ചറാണോ മാഡം ടീച്ചറാണോ എന്നൊക്കെ ചോദിക്കട്ടെ. നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളറിയാലോ ആ പഴയ നമ്മുടെ എന്താണ് വീടിനകത്തിരിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. അതിനിടയിൽ നമ്മൾ ഭയങ്കര റെസ്പെക്റ്റബിൾ ആയിട്ട് മറ്റുള്ള ആളുകളിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കൊരു സുഖമുണ്ട് അല്ലെ. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്തൊക്കെ പറയും, കണ്ടില്ലേ നമ്മുടെ ആ ഒരു പ്രൊഫഷണലിസം, നമ്മൾ മറ്റുള്ളവരോട് വളരെ സ്നേഹത്തോട് കൈൻഡായിട്ട് നമ്മൾ പെരുമാറും. അതോടൊപ്പം തന്നെ നമ്മൾ പ്രൊഫഷണലിസം ഒരു തരി പോലും വിടാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ എന്താണ് ചെയ്യണത്, അവർക്ക് എന്തോ കഴിവുണ്ട്, അവരുടെ കൂടെ കൂടിയാൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മുടെ കണ്ണിലെ തിളക്കം, നമ്മുടെ നെഞ്ചില് ആ ഒരു നിവർന്ന് നിൽക്കാനും നമ്മുടെ മനസ്സിലെ ശുദ്ധമായിട്ടുള്ള ഒരവസ്ഥയെ നമ്മുടെ മുഖത്ത് ആ തെളിച്ചം കൊണ്ടുവരും. നമ്മുടെ കണ്ണിന് ആ ഒരു തെളിച്ചം വരും. അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെ ഫോളോ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ആദ്യം തന്നെ മറ്റുള്ളവർ നമ്മളെ വാങ്ങുന്നത് ആദ്യം തന്നെ അല്ലെ. ആദ്യം നമ്മളോട് ചോദിക്കണം, എന്താ നിങ്ങളെ പേര്, നിങ്ങൾ എന്ത് ചെയ്യണേ, ഇത് ചോദിക്കലാണ് ഫസ്റ്റത്തെ. വാങ്ങാൻ വേണ്ടിട്ടാ ചോദിക്കണേ. നിങ്ങള് 10 മാറ്റി തങ്കാണല്ലോ, നിങ്ങള് എന്ത് വില കൊടുക്കും എന്ന് ചോദിക്കണ പോലെ നിങ്ങളെ പേരെന്ത്, നിങ്ങൾ എന്താ ചെയ്യണത് എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം നിങ്ങളൊരു സാധനം വാങ്ങിക്കാൻ പാകത്തിന്, നിങ്ങളെ വിൽക്കാൻ പാകത്തിന് നിങ്ങൾ സെറ്റ് ആണ് എന്നുള്ളതിനർത്ഥം.
നമ്മളൊരാളെ തിരിഞ്ഞു നോക്കണില്ല, നമ്മൾ പറഞ്ഞ ഒരാളെ കേൾക്കുന്നില്ല. ഈവൻ നമ്മുടെ പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ പുറത്ത് നിൽക്കുന്ന കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ആൾക്ക് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ സെറ്റ് ആയിട്ടില്ല. നമ്മൾ വിൽക്കാൻ പാകത്തിന് റെഡി ആയിട്ടില്ല. നമ്മളെ വാങ്ങാനായിരിക്കും വേണ്ടാത്ത സാധനം. അപ്പൊ വേണ്ട സാധനത്തിലേക്ക് എങ്ങനെ ഡിമാൻഡ് കൊടുക്കും, എങ്ങനെ അതിനെ ഭംഗിയാക്കും? നമ്മൾ ആർക്കെങ്കിലും വാല്യുബിൾ അല്ലാത്തതാണോ ഒരു മനുഷ്യൻ എന്ന് പറയണത്? ആണോ? അല്ല. കുറച്ച് നമുക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഭംഗി കൊടുത്തിട്ടുണ്ട്, ഒരു പ്രത്യേകത. ഒരു മനുഷ്യൻ അതിനകത്ത് ജീവനിട്ട് തന്നിട്ടുണ്ട് അല്ലെ. കണ്ണ് തുറക്കാൻ ഇങ്ങനെ ചിമ്മി അടക്കാൻ പറ്റുന്ന, ചുണ്ടുകൾ അനക്കാൻ പറ്റുന്ന, സംസാരിക്കാൻ പറ്റുന്ന ഒരു രൂപം നമുക്ക് ദൈവം തന്നിട്ടുണ്ട് അല്ലെ. ഈ സാധനം ഞാൻ ഇപ്പൊ ഇങ്ങനെ നിന്ന നിപ്പില് നിങ്ങളോട് ഞാൻ സംസാരിക്കില്ലേ, നിങ്ങളൊക്കെ കേൾക്കല്ലേ? എൻ്റെ ഉള്ളിൽ ഒരു ജീവനുണ്ട്. ആ ജീവൻ പുറത്തേക്ക് പോയി. വാട്ട് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കും? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ആണെന്നുണ്ടെങ്കിലോ നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഞാനൊന്നും പറയുന്നില്ല. സംതിങ് എന്താണ് സംഭവിച്ചത്? ആ ജീവനുള്ളിൽ കിടക്കുന്ന ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് എന്തുമായിക്കോട്ടെ, അയാൾ വാല്യുബിൾ ആണ്. ഇതാണ് തിരിച്ചറിവ്. ആളുടെ ഉള്ളിൽ ജീവനുണ്ടോ, അയാൾക്ക് വാല്യൂ ഉണ്ട്. ഇനി അതിനെ എന്താണ് ഭംഗിയാക്കണം, മറ്റുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനെ ഭംഗിയാക്കണം. എങ്ങനെ ഭംഗിയാക്കും? നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ ഒരു ചിരി കൊണ്ട്. നിങ്ങൾക്കറിയോ, ഞാനിപ്പോ പുതിയ ഓഫീസ് ഉണ്ടല്ലോ, ഓഫീസിലാകെ 5 പേരുള്ളൂ. അതില് ഒരാൾ ഞാനാണ്. അറബിക്കും ഹിന്ദിയും ഒക്കെ മസ്റ്റാണ്. 2 ഭാഷയും എനിക്കറിയില്ല. അപ്പൊ അറബ്സും ഹിന്ദിയൊക്കെ സംസാരിക്കുന്ന ആളുകളൊക്കെ വന്നു കഴിഞ്ഞാല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ അത് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ അത് ചെയ്യും. പക്ഷെ എല്ലാവരും പോണ സമയത്ത് എന്നോട് താങ്ക് യു പറയും, എന്നോട് ഗുഡ് നൈറ്റ് പറയും. അതുപോലെ എന്നോട് സ്പെഷ്യൽ ആയിട്ട് ഒരു ചിരി സമ്മാനിക്കും. ഇപ്പൊ എല്ലാവരും നോക്കുന്നുണ്ട്, ഇതെന്താ സംഭവം? ഞാൻ പറഞ്ഞു എനിക്ക് ഭാഷ ഒന്നും അറിയില്ല, പക്ഷെ എന്റെ മുഖത്ത് അവരെ അത്രയ്ക്ക് വാല്യുബിൾ ആണ് എന്ന് കാണിക്കുന്ന ഒരു ഭാവമുണ്ട്, പിന്നെ ഒരു പുഞ്ചിരി ഉണ്ട്. അത് കണ്ടില്ല എന്ന് വെക്കാൻ മനുഷ്യനായി പറഞ്ഞ ഒരാൾക്കും പറ്റില്ല. അതിൽ ഭാഷ ഒന്നും ഒരു പ്രശ്നമല്ലാന്ന് മനസ്സിലായോ? ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഭാഷ പഠിക്കുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ് വരാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊരു പീപ്പിൾ ബിസിനസ് ആണ് എന്ന് റിയലൈസ് ചെയ്യാം. ഇതൊരു മാനേജ്മെന്റ് ആണ്, വെറുതെ ഒരു പ്രോഡക്റ്റ് സെൽ ചെയ്യുന്ന ബിസിനസ് ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് സ്നേഹം, നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം, നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം. എന്തെങ്കിലും നല്ലത് സംഭവിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്നേഹമല്ല. അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുമോ? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഭയങ്കര രസമാണ്. ഇവിടുന്ന് എവിടെയും പോവാൻ പറ്റില്ല നമുക്ക്. ഇതിനെ നമ്മളിങ്ങനെ ആകെ കൂടി നമ്മളിങ്ങനെ വലയം ചെയ്യപ്പെട്ടിരിക്കുക. ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സ്നേഹം, നമ്മൾ കൊടുക്കുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, ഈ സാധനം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ എങ്ങനെയാ നമ്മൾക്ക് ഒരാളെ വളർത്തിവിടാൻ പറ്റും? എന്തായിരുന്നു അവരുടെ സ്വപ്നം? എവിടെയാണ് അവർ വീണുപോയത്? അവിടെ നിന്ന് അവരെ ഉയർത്താൻ നമ്മൾ ശ്രമിച്ചാല് അവര് നമ്മളെ ഏറ്റവും വാല്യുബിൾ ആയിരിക്കും അവർക്ക് നമ്മൾ, അല്ലേ? അതുകൊണ്ടാണ് ജാസ്മിൻ ഇത്ര ആളുകളുടെ മുന്നിൽ, അല്ലെങ്കിൽ അവൾക്ക് ഇപ്പൊ നമ്മ ഒരാളെ പറ്റിയിട്ട് നല്ലത് പറയുമ്പോ നമ്മൾ സത്യം പറഞ്ഞ ഒരാൾക്ക് അങ്ങനെ ഇപ്പൊ അവൾ എന്റെ ക്രെഡിറ്റിൽ വലിയ ആളാവാൻ നിക്കണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ലോകത്തിൽ 80% ആളുകളെങ്കിൽ, അല്ലെ? ബാക്കിയുള്ള ആളുകള്, അല്ലെ, മറ്റുള്ളവർക്ക് കിട്ടിയ നന്മ അത് തുറന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ, 1000 പേരുടെ മുന്നിൽ ഞാൻ നല്ലതാണ് എന്ന് പറയാൻ ഒരാളുടെ മനസ്സിലേക്ക് ഒരാളെ നമ്മൾ അങ്ങനെ മാറ്റിയിട്ടുണ്ട് എങ്കിൽ, അല്ലെ, തീർച്ചയായിട്ടും ദൈവം നമ്മളെ കൈവിടും. ദൈവം നമ്മളങ്ങോട്ട് പൊക്കി നിർത്തൂലേ? എവിടേക്കാ പോണ്ടത് മോളെ, നിനക്ക് എവിടേക്കാ പോണ്ടത് നമ്മള് കൃത്യമായിട്ട് നമ്മളെക്കാൾ അധികം അറിയാവുന്ന ദൈവം അവിടേക്ക് എത്തിക്കും. അപ്പൊ ഈ പീപ്പിൾ ബിസിനസ് ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ പലരും മറന്നു പോവാ. ഇവിടെ എന്തോ മെക്കാനിക്കലായിട്ട് ഒരു സ്കെയില് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സംഭവിക്കും എന്ന് വിചാരിച്ച നത്തിങ് വിൽ ഹാപ്പൻ. ഇവിടെ ഒന്നും നടക്കാൻ പോണില്ല. ഒരു പാവപ്പെട്ടവന്റെ മനസ്സിലെ ഒരു പാവം പാർട്ട്ണറോട് എത്രമാത്രം മാനസികമായിട്ട് അടുത്ത് പെരുമാറാൻ പറ്റുന്നോ അത്രത്തോളം ഒരാളെ അവരുടെ തടസ്സങ്ങൾ നിവർത്തി മാറ്റി നിർത്തിയിട്ട് അവരെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റിയാൽ അത്ര മതിന്നേ. ഇവിടെ നമ്മൾ വലിയ സംഭവങ്ങളൊന്നും ചെയ്യാനില്ല. ഈ സാധനം തന്നെയല്ലേ നമ്മൾ പുറത്തൊരു കസ്റ്റമറുടെ അടുത്ത് പോയിട്ട് ചെയ്യണത്. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ആ പ്രശ്നത്തിന് സൊല്യൂഷൻ കൊടുക്കാൻ ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഒരു അവസരത്തിന് സാധിക്കും. എന്താണ് നമ്മുടെ പ്രശ്നം? എല്ലാ പ്രശ്നത്തിനും പരിഹാരം കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനല്ലേ നമ്മളുടെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലേ? അത് എത്ര പാവപ്പെട്ടവനും കൊടുക്കാം, എത്ര വലിയ പണക്കാരനും കൊടുക്കാം, വലിയ സ്വപ്നങ്ങളുള്ള ആൾക്കും കൊടുക്കാം, അങ്ങേറ്റത്തെ കഷ്ടപ്പാടിൽ നിൽക്കുന്ന ആളുകൾക്കും കൊടുക്കാം, എല്ലാ ബാധ്യതകളിൽ നിൽക്കുന്ന ആൾക്കും കൊടുക്കാം, വലിയ വലിയ സ്വപ്നങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകൾ. എന്താണ് സൊല്യൂഷൻ കൊടുക്കേണ്ടത്?
അതിനെല്ലാം കൊടുക്കാൻ പറ്റുന്ന പോണം ട്ടോ, പോവാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ ഫ്രീ ആണ്. പക്ഷെ ജാസ്മിന്റെ മക്കളൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സമയമുണ്ട്. 8 മണിക്ക് തന്നെ കൃത്യം നിർത്തണം എന്നുള്ള ഒരു സംഭവം ഞാൻ അവളോട് പറഞ്ഞു, വർത്താനം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല എന്നറിയില്ല മോളെ, എന്നോട് ഇങ്ങനെ സമയം പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നിർത്തിയേ പറ്റൂ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടില്ലേ, ഒരു ദിവസം 2 ദിവസം ഒരു 5 ദിവസം ഒരു മാസവും സംസാരിച്ചാലും തീരാത്തത്ര കഥകൾ ഇനിയുണ്ട് പറയാനായിട്ട്. അത്രയ്ക്കും ഒരുപാട് എന്താ പറയാ, ഒരുപാട് കല്ലും മുള്ളും നിറഞ്ഞ വഴികളിൽ കൂടി പോയിട്ട് ഏറ്റവും അല്ലെ പൂവും എന്താ പറയാ കയ്യടികളുടെ ഇടയിൽ കൂടെയാണ് ഞാനിപ്പോ എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര സുന്ദരമായിട്ടുള്ള അവസ്ഥ. എന്തൊരാശ്വാസം എന്ന് പറയും. ഇത് നമ്മൾ ഉണ്ടാക്കിയത്, ദൈവം നമുക്ക് തന്നത് വെറുതെ നമ്മളിങ്ങനെ ആഗ്രഹിച്ച് ധ്യാനിച്ചിരുന്നത് കൊണ്ടല്ല എന്നുള്ളതാണ് അല്ലെ. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഓരോരോ കാര്യങ്ങളുണ്ട് അല്ലെ. ഓരോ കാര്യങ്ങൾ നമ്മളിവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞു. എത്രയോ ആളുകൾ എന്തെല്ലാം പ്രശ്നങ്ങളിൽ കൂടെ വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ള ഒരുപാട് ആളുകൾ അല്ലെ. ഒരുപാട് ആളുകൾ ഇപ്പൊ KFC നമുക്കറിയാം, 65 വയസ്സ് വരെ ആള് എന്തും ലക്ഷ്യമില്ലാതെ ഇരുന്നിട്ടും അവസാനം ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ അല്ലെ ഫുഡ് ചെയിൻ ഒരു സ്ട്രക്ചറിലേക്ക് ആൾക്ക് മാറാൻ പറ്റിയത് അല്ലെ. ഒരുപാട് തവണ പരാജയപ്പെട്ടിട്ടും അതിനെ മറികടക്കാൻ എഡിസണ് കഴിഞ്ഞത് അദ്ദേഹം അല്ലെ വീണ്ടും വീണ്ടും തോൽക്കാൻ മനസ്സില്ല എന്നുള്ള ഒരു മനസ്സ് വിചാരിച്ചത് കൊണ്ടാണ് അല്ലെ. ഒരുപാട് കൊല്ലങ്ങൾ അല്ലെ, 5 കൊല്ലത്തോളം ഒരു തരം അനക്കം സംഭവിക്കാതെ അല്ലെ ചൈന ബാമ്പു അതെന്താണ് വീണ്ടും ഒരു 2 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു 6 ആഴ്ച കൊണ്ടൊക്കെ അതിന്റെ ഏറ്റവും വലിയ ഗ്രോത്തിലേക്കൊക്കെ പോയത്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്, നമുക്ക് അനുഭവങ്ങളുണ്ട്. നമ്മളിങ്ങനെ വെറുതെ മാനത്ത് നിന്ന് പൊട്ടി വീണ ആൾക്കാരൊന്നും അല്ലല്ലോ. നമ്മൾ ചുറ്റും നോക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ അല്ലെ, നമുക്കറിയാം നമ്മുടെ ഫിജിക്കാട്ട് ലൈഫിൽ തന്നെ നമുക്കറിയാം എത്രയോ ആളുകള് ഹീറോ ആയത് സീറോയിൽ നിന്നല്ലേ. എത്രയോ ആളുകള് എംപ്ലോയി എന്ന് പറഞ്ഞ വെറും ജോലി കാര്യത്തിൽ നിന്ന് ഒരുപാട് എന്റർപ്രണർഷിപ്പിലേക്ക് മാറിയിട്ടില്ലേ. ഓർഡിനറി പീപ്പിൾ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മാറിയിട്ടില്ലേ. ഇതൊക്കെ ഈ ഒരു അവസരത്തിന്റെ പ്രത്യേകത. അവസരത്തിനെ ഞാൻ പറഞ്ഞു, മൈൻഡ് സെറ്റിനെ ആക്ഷനും കൂടി ഉപയോഗിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ്. അത് റിയലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞാൽ, നമ്മളെ പോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ, ഇതൊരു പീപ്പിൾ ബിസിനസ് ആണെന്ന് മനസ്സിലാക്കിയാൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്താണ് ഇവിടെ നിന്ന് ആ മാറ്റം നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ വിചാരിക്കണ പോലെ ഒരൊറ്റ ബിസിനസ്സിൽ നമ്മൾ അവസാനിപ്പിക്കേണ്ടതല്ല ശരിക്കും അല്ലെ. ഫിജിക്കാട്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ മാത്രം ആശ്രയിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഫിജിക്കാട്ടിന് ബിസിനസ്സാണ്, സാധാരണ ബിസിനസ്സാണ്, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പൊ ഈ ഡൗൺ ആവുന്ന സമയത്ത് നമുക്ക് എല്ലാം വിട്ടിട്ട് പോകാൻ പറ്റില്ല, നമ്മുടെ ജീവിതം തകരാറിലാവാൻ പറ്റില്ല. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനിടയിൽ എന്തും ചെയ്യാൻ പറ്റണം. ഇറങ്ങി നടക്കാൻ നമുക്ക് പറ്റണം അല്ലെ. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് വിചാരിക്കണ ആ ഒരു സംഭവം ഒന്നല്ല. അതാണ് തെരുവിലിറങ്ങി നമുക്ക് മണ്ണിലിറങ്ങി ഇപ്പോഴും പണി ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ചങ്കുറപ്പ് തന്നെയാണ് നമ്മളെ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് നിങ്ങൾക്കൊരു കാര്യം അറിയോ, എനിക്കൊരു പേര് കേട്ടിട്ടുള്ളത്, ഗൾഫിലിരുന്ന് മോട്ടിവേഷൻ കൊടുക്കുന്ന ലീഡർ. ഗൾഫിലിരുന്ന് മാത്രം വെറുതെ ഒരു മോട്ടിവേഷൻ കൊടുത്ത് വളർന്ന ഒരു ലീഡർ എന്നുള്ള ഒരു ചീത്തപ്പേര് എനിക്ക് വന്നിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, അപ്പൊ എജാതി മോട്ടിവേഷൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവാന്നൊന്ന് ആലോചിച്ച് നോക്കി. ഒരാളുടെ ജീവിതത്തിന് കൊടുക്കാൻ പറ്റുന്നത് ഞാൻ അടുത്തുണ്ടായിട്ട്, അതായത് ഇപ്പൊ നാട്ടിലൊക്കെ നിന്നിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾക്കിടയിൽ വെറും ഒരു വാക്ക് കൊണ്ട് മാത്രം ഇത്രത്തോളം മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ജീവിതം തന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ കൺമുന്നിൽ നിൽക്കുമ്പോൾ ഇവർക്കൊക്കെ, എൻ്റെ ടീമിലുള്ള ആളുകൾക്കൊക്കെ ഒരു പ്രത്യേകത അറിയാൻ പറ്റും. കാരണം എന്നെ കണ്ടിട്ടുണ്ട് തുടക്കം തൊട്ട് ഇവർക്ക് ഇങ്ങനെ മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല എന്നുള്ള യഥാർത്ഥത്തിലുള്ള ബോധം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാക്കുക, വെറും സാധാരണക്കാരായിട്ടുള്ള ഒരു പെണ്ണിന് ഇത്രയേറെ മാറാൻ പറ്റുന്ന രീതിയിൽ ദൈവം എനിക്ക് ഇപ്പൊ ഇവിടെ ഒരു കമ്പനിയുടെ ഒരു CEO അല്ലെങ്കിൽ ഒരു ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, സംഭവം 5 ആളുള്ള ഒരു കമ്പനിയാണ്, പക്ഷെ അത് വളർത്താൻ പറ്റുന്ന ഒരു പടിയിട്ട് തന്നില്ലേ. ഇതിനേക്കാളും വലിയൊരു സംഭവത്തിലേക്ക് നമുക്ക് ഇനി എത്താനില്ല. ഇനി നമ്മളുടെ ഒരു സർവീസ് സെക്ടറിൽ എന്താണ് ചെയ്യാനുള്ളത് അത് ചെയ്യാം, ഫിജിക്കാട്ട് ചെയ്യാം, എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ മാക്സിമം ചെയ്യാം. ഇത്ര നാൾ വീടിനകത്തിരുന്നിരുന്ന 4 വർഷമായിട്ട് വീടിനകത്തിരുന്ന് ഫിജിക്കാട്ട് ചെയ്തിരുന്ന എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ പുറത്തിറങ്ങിയാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കാം. ഒരുപാട് ആളുകളെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ദൈവം എന്നെ ഇറക്കി വിട്ടിട്ടുള്ളത്. ഇവിടെ കളി മാറും തുടങ്ങിയിട്ടുള്ളൂ. എല്ലാവർക്കും എന്നിലുണ്ടായിട്ടുള്ള ഒരു മാറ്റം പോലെ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ കഴിയട്ടെ. മനസ്സിലുള്ള പ്രശ്നങ്ങളും മാറ്റി എന്നിട്ട് ലൈഫ് ഉള്ളൂ, വെറുതെ കളയൂല എന്ന് വിചാരിച്ച് ഇറങ്ങി പുറപ്പെടാം, ആക്ഷൻ എടുക്കാം.
ഒരാളോട് ഇപ്പൊ നമ്മൾ പറയും ഒരു ലക്ഷ്യം ഇല്ലാണ്ട് ചില ആൾക്കാർ ഇങ്ങനെ പറയും, അതായത് ഞാൻ കുറേ കാശുണ്ടാക്കും. കുറേ കാശുണ്ടാക്കുന്ന എത്ര കാശുണ്ടാക്കും?